കേരളത്തോട് വീണ്ടും അവഗണന തുടർന്ന കേന്ദ്രം. കെയർ-റെയിലിന് പകരമായി പലരും മുന്നോട്ട് വെച്ച മൂന്നാം പാത യാഥാർത്ഥ്യമാകില്ലെന്ന് ദക്ഷിണ റെയിൽവേ യോഗത്തിൽ തീരുമാനമായതായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. സിൽവർ ലൈനിന് പകരമായിട്ട് റെയിൽവേ മൂന്നാമത്തെ പാത ഉണ്ടാക്കും. എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്കുള്ളൊരു പാത ഓൾറെഡി ആയിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി രേഖാമൂലവും അല്ലാതെയും ജനറൽ മാനേജർ പറഞ്ഞിരിക്കുന്നത്, അതായത് 2017-18 പിങ്ക് ബുക്കിൽ വന്ന, അതായത് ബജറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ആ പാതയുടെ സർവേ പോലും പൂർത്തിയായിട്ടില്ല, DPR പോലും പൂർത്തിയായിട്ടില്ല. അത് മാത്രമല്ല, ഒരു ഹൈസ്പീഡ് ലൈനിലേക്ക്, അതായത് 180 കിലോമീറ്റർ ലൈനിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ അത് ലാഭകരമല്ലാത്തൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പോലും പറഞ്ഞു. അതിനർത്ഥം കേരളം കഴിഞ്ഞ കുറേ കാലമായിട്ട് കെയർ-റെയിലിന് പകരമായിട്ട് മുമ്പോട്ട് വെച്ചിരുന്ന, എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മുമ്പോട്ട് തള്ളിയിരുന്ന, അല്ലെങ്കിൽ സതേൺ റെയിൽവേ മുമ്പോട്ട് വെച്ചിരുന്ന മൂന്നാമത്തെ പാത എന്നുള്ള സാധനം ഒരു കാരണവശാലും യാഥാർത്ഥ്യമാകില്ല എന്ന് ജനറൽ മാനേജർ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ്. അതുപോലെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വളവ് നിവർത്തൽ കാര്യങ്ങളൊക്കെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളത് വളരെ ദുഷ്കരമാണെന്നും അത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, നിർബൻ ചക്രവർത്തി ചേരുകയാണ്. നിർബൻ, ചർച്ചകൾ പല വിധത്തിൽ നടക്കുന്നു, പക്ഷേ യാതൊരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മൂന്നാം പാത എന്നൊരാശയം അത് ഒരു രീതിയിലും യാഥാർത്ഥ്യമാകില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ടതിരിക്കുന്നു. നിർബൻ, തീർച്ചയായും ആതിര, ഈ കെയർ-റെയിൽ, അതായത് സിൽവർ ലൈൻ, കേരളത്തിന് ബദലായിട്ടുള്ള റെയിൽവേ പദ്ധതി എന്ന തരത്തിൽ നമ്മുടെ യാത്രാ പ്രശ്നങ്ങളും നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ബദലായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കെയർ-റെയിലിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അന്നത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നതാണ് കെയർ-റെയിലിന് ബദലായി ഒരു മൂന്നാമതൊരു പാത ഈ സതേൺ റെയിൽവേ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അതോടുകൂടി കേരളത്തിലെ റെയിൽവേയുടെ പ്രശ്നങ്ങൾ, ട്രാഫിക് ഒക്കെ തന്നെ അവസാനിക്കും എന്ന തരത്തിലുള്ള പ്രചരണമാണ് അന്ന് വ്യാപകമായി നടത്തിയിരുന്നത്. അതിന്റെ ഭാഗമായി പ്രതിപക്ഷവും വ്യാപകമായി ഇത് സംബന്ധിച്ച് കെയർ-റെയിൽ വേണ്ടാത്ത പദ്ധതിയാണ് എന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RP സിംഗിന്റെ നേതൃത്വത്തിൽ, RR സിംഗിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തിൽ MP-മാർ തന്നെ, ജോൺ ബ്രിട്ടാസ് MP അടക്കം ഈ കാര്യം ആവശ്യമായി ഉന്നയിച്ചു. അതിലാണ് അത്തരം ഒരു പദ്ധതി സംബന്ധിച്ച് DPR തയ്യാറാക്കിയിട്ടില്ല, സർവേ നടത്തിയിട്ടില്ല, മാത്രമല്ല 180 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന അത്തരത്തിലുള്ള റെയിൽവേ പദ്ധതി ലാഭകരമല്ല എന്ന് റെയിൽവേ കണ്ടെത്തിയിട്ടുണ്ട് എന്നും മറുപടി നൽകിയിട്ടുണ്ട്. രേഖാമൂലം തന്നെ മറുപടി നൽകി എന്നതാണ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ മറുപടി നൽകി കഴിഞ്ഞു. അതായത് കേരളത്തിനെ സംബന്ധിച്ച് ഒരു ബദൽ റെയിൽവേ പദ്ധതി അട്ടിമറിക്കപ്പെടുകയും, എന്നാൽ സതേൺ റെയിൽവേ അങ്ങനെ ഒരു മൂന്നാം റെയിൽവേ പാത ഉണ്ട് എന്ന് ഇതുവരെ പ്രചരിപ്പിച്ചിരുന്നതും മാധ്യമങ്ങളും, ഒരു വിഭാഗം മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും പ്രചരിപ്പിച്ചിരുന്നത് തെറ്റാണ്. കേരളത്തിന് പൂർണ്ണമായി അവഗണന തന്നെ തുടരുന്നു എന്നതാണ് ഇന്നത്തെ യോഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ജോൺ ബ്രിട്ടാസ് MP ഈ യോഗത്തിന് ശേഷം ഏറ്റവും പ്രധാനത്തോടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാണ്: ഒരു വികസന പദ്ധതിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ തരത്തിൽ വിവാദം ഉണ്ടാക്കുക, അത് അട്ടിമറിക്കുക, എന്നാൽ ഒരു ബദൽ മൂന്നാമത് റെയിൽവേ പാത കേരളത്തിന് സതേൺ റെയിൽവേ തയ്യാറാക്കുന്നുണ്ട്, അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന തരത്തിൽ വ്യാപകമായി പ്രചരണം നടത്തുക. നമ്മൾ സംസ്ഥാനം മുന്നോട്ട് വെച്ച പദ്ധതി നടപ്പിലായതുമില്ല, മറിച്ച് ഈ മാധ്യമങ്ങൾ പ്രചരിച്ച പദ്ധതി കേരളത്തിന് ലഭിക്കുകയുമില്ല. അങ്ങനെ പദ്ധതി DPR-ലേക്കോ സർവേയിലേക്കോ പോകുന്നുമില്ല എന്നതാണ്. ഇന്ന് യോഗത്തിൽ MP-മാർ കേരളത്തിലെ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ആ ആവശ്യങ്ങളിൽ പലതും റെയിൽവേ കേട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം ബംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കേരളത്തിന് ലഭിക്കും എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഈ പറഞ്ഞ ഇലക്ട്രിക് യാർഡ് സംബന്ധിച്ച് കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിനുകളെല്ലാം, ഈ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ട്രെയിനുകളെല്ലാം ഇലക്ട്രിക് ട്രെയിൻ സർവീസിലേക്ക് മാറി. ഇപ്പോൾ ഈ പറഞ്ഞ ചരക്ക് ഗതാഗതം മാത്രമാണ് ഡീസൽ ട്രെയിൻ ഉള്ളത്. പക്ഷേ ഇപ്പോഴും അതിന്റെ അറ്റകുറ്റ പണിക്ക് വേണ്ടിയിട്ടുള്ള യാർഡ് കേരളത്തിനില്ല. കൊച്ചിയിലേക്ക് ഒരു യാർഡിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ബഡ്ജറ്റിലടക്കം പ്രഖ്യാപനം ഉണ്ടായതാണ്. അത് നിരന്തരമായ കേരളത്തിന്റെ ആവശ്യമാണ്. അത് വേണമെന്നും MP-മാർ ആവശ്യപ്പെട്ടു. മറ്റ് ഭക്ഷണം സംബന്ധിച്ച്, റെയിൽവേയുടെ ഭക്ഷണത്തിലെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അഴുകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച ടെൻഡർ നടപടികളെ സംബന്ധിച്ചും ഇത്തരം ഭക്ഷണ കരാർ നൽകിയിട്ടുള്ള കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും MP-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ കൂടുതൽ മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ അധികമായി അനുവദിക്കുക, റെയിൽവേയിലെ ട്രാഫിക് പ്രശ്നങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക, അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുക, ഒപ്പം തന്നെ മെമു ട്രെയിനിന്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് യോഗത്തിൽ ഉന്നയിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കുള്ള തിരിച്ചടി എന്ന് പറയുന്നത് പല മാധ്യമങ്ങളും മറച്ചുവെക്കുകയും പ്രതിപക്ഷം ഇപ്പോൾ വിസ്മരിക്കാൻ
ആഗ്രഹിക്കുന്നതുമായ കെ റെയിൽ പദ്ധതി അട്ടിമറിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ മറുപടിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആതിര. ശരി, വ്യക്തമാണ്. അന്തർബൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.